പക്ഷേ ഇത് അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ്. തന്ത്രിയെ ക്രൂശിക്കുവാൻ വേണ്ടി ഒരു കാരണവശാലും ശിവസേന അനുവദിക്കില്ല, ഞങ്ങളതിന് കൂട്ടുനിൽക്കില്ല എന്ന് ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ പ്രമുഖ നേതാക്കൾ അവർ അറസ്റ്റിലായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയായ കണ്ഠരര് രാജീവരെ SIT സംഘം അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അതായത് രാഷ്ട്രീയമായ ഗൂഢാലോചന ഈ ഒരു അറസ്റ്റിൽ നടന്നിട്ടുണ്ടോ? നിരവധി സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നു. എന്നാൽ ഈ ഒരു അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശിവസേന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ ഹരികുമാർ. ശബരിമലയുടെ സ്വാമി അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആചാര സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന, ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി. അതേസമയം അവിടുത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും എല്ലാമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ തന്ത്രിയെ ബലിയാടാക്കാനാണ് അവിടെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി അല്ലെങ്കിൽ കീഴ്ശാന്തിയായി പ്രവർത്തിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്, അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടെന്ന കാരണം കൊണ്ട് തന്ത്രിയെ കുറ്റക്കാരനാക്കുന്നതിനെ ശക്തമായിട്ട് ശിവസേന എതിർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ SITയുടെ കൈവശമില്ല. അപ്പോൾ SIT റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കട്ടളയും അതുപോലെ സ്വർണ്ണപ്പാളികളും കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം മൗനാനുവാദം നൽകിയെന്നാണ്. അപ്പോൾ മൗനാനുവാദം എന്ന് പറയുന്നത് നൽകിയെന്ന് ഇത് ഏത് രൂപത്തിലാണ് പോലീസിന് പറയാൻ സാധിക്കുന്നത്? ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കേസിൻ്റെ അന്വേഷണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഇത് അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ്. ഈ ശബരിമലയിൽ ആചാരലംഘനത്തിന് വേണ്ടി വനിതകളെ, സ്ത്രീകളെ പ്രച്ഛന്ന വേഷം കെട്ടി അവരെ ആചാരലംഘനത്തിന് കൂട്ടുനിന്ന അതേ പോലീസാണ് ഇപ്പോൾ ഈ തന്ത്രിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് ഈ ശബരിമലയിൽ ആചാരലംഘനത്തിന് ശ്രമിക്കുമ്പോൾ അന്ന് അതിനെ ശക്തമായിട്ട് എതിർത്തത് തന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം ഒരു കാരണവശാലും ആചാരലംഘനം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ പ്രച്ഛന്ന വേഷധാരികളായിട്ട് അവിടെ ഈ പറഞ്ഞ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആചാരലംഘനം നടത്തിയപ്പോൾ അവിടെ ശുദ്ധികലശം നടത്തിയത് ശ്രീ കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലാണ്. അന്നു മുതൽ അദ്ദേഹം സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടാണ്. ഇപ്പോൾ തന്നെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അതിൽ ആരാണ് തന്ത്രി കുടുംബത്തിൽ നിന്ന് പങ്കെടുത്തത്? കണ്ഠരര് രാജീവരല്ല, ഇപ്പോൾ ശബരിമലയുടെ തന്ത്രിയായിരിക്കുന്ന രാജീവരല്ല. അപ്പോൾ അത് പകരമായി മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരാളെയാണ് അന്ന് സർക്കാർ ആ ഒരു അയ്യപ്പ സംഗമത്തിൽ അന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ക്ഷണിച്ചത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തു, അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവരെയെല്ലാം ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ഇത്രയും കോടിക്കണക്കിന് വിശ്വാസികൾ ഈ അയ്യപ്പന് വ്രതമെടുത്ത് ദർശനത്തിൽ നിന്ന മാന്യ സംസ്ഥാനക്കാരുൾപ്പെടെയുള്ള വിശ്വാസികൾ അവിടെ ആ ദർശനം നടത്തുന്ന സമയത്ത് തന്ത്രിയെ ഈ തരത്തിൽ അറസ്റ്റ് ചെയ്ത നടപടി അപലപനീയമാണ്. തന്ത്രി കുറ്റക്കാരനല്ല എന്നുള്ള ഒരു ആരോപണമാണോ നിങ്ങൾ ഉന്നയിക്കുന്നത്? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടില്ല. അവർ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം മൗനാനുവാദം നൽകി. അപ്പോൾ ശരി, ആ കുറ്റം തെളിയിക്കട്ടെ. ഇപ്പോൾ ഇവിടെ തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരെന്താണ് പറയുന്നത്? എനിക്ക് എന്തെങ്കിലും ചാർജ് ഷീറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ FIR വരികയാണെങ്കിൽ ആ കുറ്റം അന്വേഷണം നടത്തി കോടതി ശിക്ഷിക്കപ്പെടട്ടെ. തന്ത്രി ശിക്ഷിക്കപ്പെട്ടാൽ ഞങ്ങളന്ന് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ പറയുന്ന SIT അവർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന തെളിവുകൾ അത് അപര്യാപ്തമാണ്. അപ്പോൾ ഇവിടെ വിശ്വാസികളെ ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ
ടീമിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ഗുരുതരമായിട്ടുള്ളൊരു വിലോപനമാണ്. ഇവിടെ വേറെ ഏതെങ്കിലും ഇവിടെ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ അതുപോലെ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം വന്നോ, അപ്പോൾ ആ സമൂഹം അല്ലെങ്കിൽ ആ മതവിഭാഗം ഒറ്റക്കെട്ടായി അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അത്തരത്തിലുണ്ടായില്ലെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ തന്ത്രിയെ ക്രൂശിക്കുവാൻ വേണ്ടി ഒരു കാരണവശാലും ശിവസേന അനുവദിക്കില്ല, ഞങ്ങളതിന് കൂട്ടുനിൽക്കില്ല എന്ന് ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്. തന്ത്രിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണോ? അത്തരത്തിലൊരു നിരീക്ഷണമുണ്ടോ ശിവസേനയ്ക്ക്? അല്ല, ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ പ്രമുഖ നേതാക്കൾ അവർ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി, ആ തിരിച്ചടി അതിൽ നിന്ന് അവർക്ക് തലയൂരുവാൻ വേണ്ടി ഇപ്പോൾ CPM-ൻ്റെ നേതൃത്വത്തിൽ അവർ കേരളത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് അല്ലെങ്കിൽ ഗൃഹസമ്പർക്കം നടത്തുവാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ കൊള്ള നടത്തിയത് പാർട്ടി മാത്രമല്ല, അത് വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്ന തന്ത്രിയാണെന്ന് വരുത്തി തീർത്ത് ഈ പറയുന്ന ഗൃഹസമ്പർക്കത്തിൽ അവരുടെ ഭാഗം അല്ലെങ്കിൽ അവർ ന്യായം തെളിയിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഒരുക്കിയ ഒരു അവസരമാണ്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി അറിയാതെ ഇത്തരത്തിലുള്ള യാതൊരുവിധ തട്ടിപ്പും അവിടെ നടക്കില്ല, ഈ ഒരു കൊള്ളയും ഒന്നും തന്നെ നടക്കില്ല എന്ന് വ്യക്തമാണ്. ഇതിനിടയിലാണ് കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിലെല്ലാം തന്നെ ഗൂഢാലോചന ആരോപിക്കുകയാണ് ശിവസേന. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.